ജനൽ കർട്ടനിടയിലൂടെ വെളിച്ചം മുഖത്തേക്ക് അടിച്ചപ്പോൾ ജാനി പതിയെ കണ്ണു ചിമ്മി തുറന്നു. അവൾക്ക് എഴുന്നേൽക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരവും കൂടി ചുരുണ്ടുകൂടി കിടക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് തന്റെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ച കൈകളെ അവൾ കാണുന്നത്. ജാനിയുടെ കണ്ണുകൾ അതിന്റെ ഉടമയെ തേടിപ്പോയി. അവളെയും കെട്ടിപ്പിടിച്ച് സുഖമായി കിടന്നുറങ്ങുകയാണ് ആദി. ഇന്നലെ രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ പതിയെ മിഴിഞ്ഞു വന്നു. രാത്രി വിളിച്ച് കാണണമെന്ന് പറഞ്ഞപ്പോൾ ആദി വരാൻ സമ്മതിച്ചതും അവനെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയതും എല്ലാം ഒരു സിനിമ കണക്കെ അവളുടെ മുന്നിലൂടെ ഓടിക്കൊണ്ടിരുന്നു. ഉറങ്ങിപ്പോയേക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു ഓർമ്മിപ്പിച്ചതാണ്. അവൾ നാക്ക് കടിച്ചുകൊണ്ട് അവനെ നോക്കി. ആദ്യങ്ങാനും എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവളെ എടുത്ത് അലക്കുമെന്നറിയാവുന്നതിനാൽ ജാനി അവളുടെ വയറിനെ ചുറ്റിപ്പിടിച്ചിരുന്ന അവന്റെ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചു. ഹോ, എന്തു പിടുത്തവാ പിടിച്ചേക്കുന്നത്! മാറ്റാൻ പോയിട്ടൊന്ന് അനക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങേർക്ക് മീനുവമ്മ വല്ല കരിങ്കല്ലുമാണോ തിന്നാൻ കൊടുക്കുന്നത്? അതെങ്ങനെയാ? ദിവസവും ജിമ്മിൽ പോയിട്ട് ഉരുട്ടി കയറ്റുവല്ലേ? ദത്തേട്ടൻ ഉണരുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോയേ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോകയാ. അവൾ ഒന്നുകൂടി ആ കൈയെടുത്ത് മാറ്റാൻ നോക്കി. ഇപ്പോൾ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്നതുപോലെ ഒരു കാലും കൂടി ദേഹത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട് ആള്. കൂടാതെ കയ്യിലെ പിടുത്തവും കുറച്ചുകൂടി മുറുകി. ആദ്യം എഴുന്നേൽക്കാനുള്ള തന്ത്രപ്പാടിലാണെന്ന് മനസ്സിലായതും ജാനി വേഗം കണ്ണുകൾ അടച്ച് ഉറക്കം അഭിനയിച്ചു കിടന്നു. മീനു, ആദ്യം ഇത്ര നേരമായിട്ടും എഴുന്നേറ്റ് വന്നില്ലേ? കേശവിന്റെ സംസാരം കേട്ടിട്ടാണ് അടുക്കളയിൽ ജോലിയിൽ മുഴുകിയിരുന്ന മീനു ഹാളിലേക്ക് വന്നത്. കേശവ് ലാപ്ടോപ്പിൽ എന്തോ കാര്യമായ ജോലിയിലാണ്. ഇല്ലല്ലോ കേശവേട്ടാ, സാധാരണ ചെക്കൻ വരേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ വരുമായിരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടോ? മീനു അയാളെ നോക്കി സംശയത്തോടു കൂടി ചോദിച്ചു. ഇന്നലെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന ഫയൽ അവൻ്റെ കയ്യിലാണുള്ളത്. എനിക്കത് ആവശ്യമുണ്ടായിരുന്നു. നീ അവനെ ഒന്ന് വിളിച്ചേ. മീനു അവിടുന്ന് സ്റ്റെയർ കേസിൽ അരികിലേക്ക് നടന്നു. ആദി, അവർ മേലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു. ഈ ചെറുക്കൻ ഇതെവിടെ പോയി കിടക്കുക? വിളിച്ചാലും കേൾക്കില്ല. കുറേ നേരം ആദിയെ വിളിച്ചിട്ടും മറുപടിയൊന്നും കിട്ടാത്തതിനാൽ മീനു പിറുപിറുത്തുകൊണ്ട് മുകളിലേക്ക് കയറി. എന്നാൽ മുറിയിലും വർക്കൗട്ട് റൂമിലും ഒന്നും അവനെ കാണാൻ കഴിയാത്തതിനാൽ അവർ താഴേക്ക് തന്നെ ചെന്നു. ആദ്യം അവിടെ മേലെയൊന്നുമില്ലല്ലോ കേശവേട്ട, പക്ഷേ താഴോട്ട് വരുന്നതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. മീനു പറഞ്ഞത് കേട്ടതും കേശവിന്റെ മുഖമൊന്ന് ചുളിഞ്ഞു. അവിടെ ഇല്ലേ? ഇനി പുറത്തേക്ക് വല്ലതും പോയി കാണുമോ? നിന്നോട് അവൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. കേശവിന്റെ ചോദ്യം കേട്ടതും ഉടനടി മീനുവിൽ നിന്ന് മറുപടിയും എത്തിയിരുന്നു. അവൻ ഇന്നലെ എവിടെയും പോകുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. സാധാരണ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവൻ പറയുന്നതാണ്. ഞാൻ അവനെയൊന്ന് വിളിച്ചു നോക്കട്ടെ. നീ ആ ഫോണിങ് എടുത്തു കൊണ്ടുവാ. അയാൾ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് പറഞ്ഞു. മീനു കേശവിന്റെ ഫോൺ എടുക്കാനായി മുറിയിലേക്ക് പോയി. ആദ്യം ഒന്ന് ഞെരുങ്ങിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. ഒട്ടൊരു നിമിഷമെടുത്തു അവൻ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ. അവൻ മെല്ലെ തലചരിച്ച് അടുത്ത് കിടക്കുന്നവളെ നോക്കി. ജാനിയുടെ കിടപ്പ് കണ്ടതും അവൻ ചുണ്ടൊന്ന് കൂട്ടി. ഇന്നലെ രാത്രി ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പോൾ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? ഇവൾ ഒറ്റൊരുത്തിയുടെ വാക്കുകേട്ടല്ലേ ഞാൻ ഇറങ്ങി വന്നത്. ആദ്യം അവന്റെ വിരലിനാൽ അവളുടെ ഉണ്ടക്കവളിൽ ഒരു കുത്തു കൊടുത്തു. ആദ്യം ഒന്നുകൂടി അവളെ ഇറുകെ പുണർന്നുകൊണ്ട് ജാനിയുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി വെച്ചു. ജാനിയുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അതെ, ഉറക്കം അഭിനയിച്ചു കഴിഞ്ഞെങ്കിൽ കണ്ണു തുറന്നു. ആദിയുടെ സ്വരം അവളുടെ കഴുത്തിൽ തട്ടി പ്രതിധ്വനിച്ചതും ജാനി ഒരു ഞെട്ടലോടെ കണ്ണുകൾ വെട്ടി തുറന്നു. എന്താ മോളുടെ ഉദ്ദേശം? ആദി കഴുത്തടുക്കിൽ നിന്നും മെല്ലെ തലയുയർത്തി അവളെ നോക്കി. എന്താ? ജാനിക്ക് അവന്റെ കണ്ണുകളെ നേരിടാനാവുന്നില്ലായിരുന്നു. അവൾ മറ്റെങ്ങോട്ടോ നോട്ടം പായിച്ചു. ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നിന്നോട് എന്താ പറഞ്ഞത്? അത് കേട്ടതും അവൾ ആദിയെ ഒന്ന് ഇളിച്ചു കാട്ടി. കിണിക്കല്ലേ, നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ കിടന്നുറങ്ങിയേക്കരുതെന്ന്. ഞാൻ വരുമ്പോൾ ഡോറ് തുറന്നു തരണമെന്ന്. അവളോട് പറ്റിച്ചേർന്ന് മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അവൻ ദേഷ്യപ്പെടുന്നത്. ഞാൻ കാത്തിരുന്നായിരുന്നു, എങ്ങനെയോ ഉറങ്ങിപ്പോയതാ. നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് ജാനി പറഞ്ഞൊപ്പിച്ചു. അത് കേട്ടതും ആദ്യം അവളെ കൂർപ്പിച്ചു നോക്കി. നിനക്കങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. മുത്തശ്ശിയുടെ മുന്നിൽ നാണം കെട്ടത് മൊത്തം ഞാനല്ലേ. ആകെ തൊലിയൊരിഞ്ഞു പോയതുപോലെയായി. മുത്തു എന്തെങ്കിലും പറഞ്ഞോ ദത്തേട്ട? എന്നാൽ അവന്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ടതും ജാനി വേഗം വാ പൊത്തി. ഡോർ തുറക്കുന്നത് നീയായിരിക്കണമെന്ന് ഞാൻ വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഡോറും തുറന്ന് എന്നെ തന്നെ തുറച്ചു നോക്കി നിന്ന മുത്തശ്ശിയെ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉരുകി തീർന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. തിരികെ പോയാലോ എന്ന് വരെ ആലോചിച്ചു പോയി. ഇനി ഞാൻ എങ്ങനെയാ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കുക? അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് നിന്നെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ട് കളയാൻ തോന്നുന്നുണ്ട് ജാനി.
സോറി. അവളുടെ ഉണ്ടക്കണ്ണു മുരുട്ടിക്കൊണ്ടുള്ള സോറി കേട്ടതും ആദി ചിരിച്ചു പോയിരുന്നു. ഓ, വരവ് വെച്ചിരിക്കുന്നു. പക്ഷെ നീ കാരണമുണ്ടായ മാനഹാനിക്ക് പകരം എനിക്ക് കോമ്പൻസേഷൻ വേണം. ആദിയുടെ മുഖത്ത് കുറുമ്പ് നിറഞ്ഞു. അവനിൽ പെട്ടെന്നുണ്ടായ ഭാവമാറ്റം ജാനിയുടെ മനസ്സിൽ അപായസൂചന മുഴക്കി. ദൈവമേ, ഇങ്ങേരെന്തിനുള്ള പുറപ്പാടാണോ? എന്തോ പണി വരുന്നുണ്ട്. എന്താ ദത്തേട്ടാ? ജാനിയുടെ ശബ്ദം സാധാരണത്തേതിലും പതിഞ്ഞിരുന്നു. ഏയ്, വേറൊന്നുമല്ല. എനിക്കൊരു കിസ് വേണം, ചുണ്ടിൽ. അതും നീ തന്നെ എനിക്ക് തരണം. ഞാനോ? ജാനിയിൽ പരവേശം നിറഞ്ഞു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കാനാവാതെ ജാനി മുഖം വെട്ടിച്ചു മാറ്റി. അതെന്താ നീ അങ്ങനെ ചോദിച്ച കുഞ്ഞെ? നിന്നോടല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനോട് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. ആലോചിച്ചിരിക്കാണ്ട് വേഗം താ. എൻ്റെ കിസ് കിട്ടിയിട്ട് വേണം എനിക്ക് ഫ്രഷായി ഓഫീസിൽ പോകാൻ. ഓരോ വാക്കുകൾ കേൾക്കുന്തോറും ജാനിയുടെ ശരീരത്തിൽ നിന്നുയരുന്ന പിടപ്പ് അവൻ അറിയുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ജാനി അവനെ നോക്കിയില്ല എന്ന അർത്ഥത്തിൽ വിലങ്ങനെ തലയാട്ടി. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ കൂർത്തു. എനിക്കുള്ള കിസ് കിട്ടാണ്ട് നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല മോളെ. മര്യാദയ്ക്ക് തന്നോ. ഒന്നുമില്ലെങ്കിലും നീ വിളിച്ചപ്പോൾ മുന്നും പിന്നും ആലോചിക്കാൻ നിൽക്കാതെ ഇറങ്ങി പോന്നവനല്ലേ ഞാൻ. ആ ഒരു കൺസിഡറേഷനെങ്കിലും നീ എനിക്ക് തരണം ദത്തേട്ടാ, പ്ലീസ്. ജാനി പിന്നെയും അവനോട് കെഞ്ചിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് മുത്തശ്ശി ജാനിയെ വിളിക്കുന്ന ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നത്. അവൾ ആദിയുടെ പിടിവിട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൻ അവളെ അവിടെ തന്നെ അടക്കി പിടിച്ച് കിടത്തി. ദത്തേട്ടാ, വിട്ടെ, മുത്തശ്ശി വിളിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോട്ടെ. തന്നിട്ട് നീ പോയാൽ മതി. വേഗം തരുവാണെങ്കിൽ വേഗം തന്നെ പോകാം. ആദ്യം ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല എന്ന് കണ്ടതും അവൾ തോൽവി സമ്മതിച്ചുകൊണ്ട് അവനെ ഉമ്മ വെക്കാനായി മുഖം അടുപ്പിച്ചു. അവനിൽ നിന്നും ഒരു നിശ്വാസം അകലെയുള്ള അവളുടെ മുഖം. ജാനിയുടെ കണ്ണുകൾ അവന്റെ മുഖത്താകെ ഓടി നടന്നു. കട്ടിയാർന്ന പുരികക്കൊടി, നീണ്ട കുഞ്ഞി കണ്ണുകൾ, കൺവീലികളാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണവ. അവന്റെ അധരങ്ങളിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെക്കാൻ ഒരുങ്ങിയതും രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആ നിമിഷം ആദിയുടെ ഫോൺ ബെല്ലടിച്ചത്. അവൻ ഒരു നിമിഷം ഫോണിനെയും ജാനിയെയും മാറി മാറി നോക്കി. ഒന്ന് ബെല്ലടിച്ച് നിന്നിട്ട് രണ്ടാമതും റിംഗ് ചെയ്യാൻ തുടങ്ങിയതും ആദി മനസ്സില്ലാ മനസ്സോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ജാനി കെട്ടിയ തക്കത്തിന് അവന്റെ കവിളിൽ ഒരു കടിയും കൊടുത്ത് അവിടുന്ന് ഇറങ്ങി ഓടി. അമ്മേ! വേദനയാൽ ചാലിച്ച ഒരു സ്വരം അവനിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആദി കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ പോയെന്ന് അവൾ കടിച്ച കവിളിലേക്ക് നോക്കി. ജാനിയുടെ പല്ലിന്റെ പാട് മൊത്തം തെളിഞ്ഞു കാണാം അവന്റെ കവിളത്ത്. ആദി! കടികെട്ടിയ കവിളും ഒഴിഞ്ഞ് കൊണ്ട് ജാനിയുടെ പുറകെ പോകാൻ നിന്ന ആദി ഫോണിന്റെ മറുതലയ്ക്കിൽ നിന്ന് കേട്ട കേശവന്റെ ശബ്ദത്തിൽ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. ഹാ അച്ഛാ. അവനൊരു പരുങ്ങലോടെ കേശവന്റെ വിളി കേട്ടു. ആരാണെന്ന് പോലും നോക്കാതെയാണ് കോൾ എടുത്തത്. നീ ഇതെവിടെ പോയി കിടക്കുക ആദി? അച്ഛൻ്റെ ചോദ്യം കേട്ടതും ആദിയുടെ പുരികക്കൊടികൾ ചുളുങ്ങി. പിന്നെയാണ് ഓർത്തത് അവരോടൊന്നും പറയാതെയാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നതെന്ന്. താൻ അയച്ച മെസ്സേജൊന്നും അവർ കണ്ടില്ലെന്ന് അവന് മനസ്സിലായി. ഞാനിവിടെ ജാനിയുടെ വീട്ടിലാ അച്ഛ, അവൻ മെല്ലെ പറഞ്ഞു. ഇനി ഇതിൻ്റെ പുറകെ വാല് പിടിച്ച് അച്ഛൻ എന്തൊക്കെ പറയുമെന്നറിയില്ലല്ലോ. രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ നിനക്ക്? ഞാനതിന് രാവിലെയൊന്നും അല്ല പോകുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നായിരുന്നു. അമ്മയും അച്ഛനും ഒക്കെ ഉറങ്ങിക്കാണുമെന്ന് വിചാരിച്ചാ വിളിക്കാഞ്ഞെ. ഞാൻ നിങ്ങൾക്ക് രണ്ടിനും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ടില്ലേ? രാത്രിയിലോ? നീ ഇങ്ങനെ കള്ളനെ പോലെ പമ്മി ഇറങ്ങി പോയ കാര്യം ഞങ്ങളുണ്ടോ അറിയുന്നു? ആ പിന്നെ മെസ്സേജ് ഞങ്ങളൊന്നും കണ്ടില്ല. അച്ഛൻ്റെ ആക്കിയുള്ള സംസാരത്തിൽ ആദിയുടെ മുഖം ഒന്ന് കൂർത്തു. അവൻ തിരിഞ്ഞു നടന്ന് ബെഡിൽ തന്നെ പോയിരുന്നു.